ഈ കാലഘട്ടത്തിൻ്റെ സാധ്യതകളെ ക്രിസ്തുവിന് ചേർന്ന വിധത്തിൽ പ്രയോജനപ്പെടുത്തി അനേകരിലേക്ക് ക്രിസ്തുവിനെ എത്തിക്കുന്നവരാണ് വൈദികരും സന്യസ്തരും. ഇത്തരത്തിലുള്ള അനേകരെയാണ് നമ്മൾ ഡിവൈൻ ഗോളിനോട് പരിചയപ്പെടുക. ഒത്തിരി സ്നേഹത്തോടെ ഡിവൈൻ ഗോളിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവവിളിയുടെ ആത്മീയ ചൈതന്യത്തെ പ്രഘോഷിച്ച് കാലഘട്ടത്തിനൊത്ത് ക്രിസ്തുവിൻ്റെ വയലിൽ സേവനം ചെയ്യുന്ന വൈദികർ, ക്രൂശിതന്റെ പിന്നാലെ സഞ്ചരിച്ച് അനേകം ആത്മാക്കളെ സ്വർഗത്തിനായി സ്വന്തമാക്കുന്നവർ, ദൈവവിളിയുടെ ഹൃദയാർദ്രമായ പങ്കുവയ്ക്കലുകൾ ഇവിടെ തുടരുന്നു. ഇത് KCBCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള കോൺഫറൻസ് ഓഫ് മേജർ സുപ്പീരിയേഴ്സിന്റെ പ്രസിഡന്റും KCBC റിലീജിയസ് കമ്മീഷന്റെ സെക്രട്ടറിയും OSJ സഭയുടെ ഇന്ത്യൻ പ്രൊവിൻഷ്യൽ സുപ്പീരിയറുമായ ഫാദർ സെബാസ്റ്റ്യൻ യാക്കോബി OSJ. വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ വിശുദ്ധി പ്രഘോഷിക്കാൻ ലോകമെങ്ങും പ്രവർത്തിക്കുന്ന OSJ സന്യാസ സഭയുടെ വികാരി ജനറലായും കോട്ടപ്പുറം രൂപതയുടെ വികാരി ജനറലായും സേവനം നിർവഹിച്ച യാക്കോബിയച്ചൻ തന്നെ അഭിഷേകം ചെയ്യുന്ന പരിശുദ്ധാത്മാ സ്നേഹത്തെക്കുറിച്ചും അനുദിനം ധ്യാനമാകുന്ന തൻ്റെ ദൈവവിളിയുടെ മഹത്വത്തെക്കുറിച്ചും നമ്മോട് പങ്കുവയ്ക്കുന്നു. അച്ഛാ, ഒരിക്കൽ കൂടി അച്ഛനെ ഡിവൈൻ ഗോളിലേക്ക് സ്വാഗതം ചെയ്തു. അച്ഛാ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവം അച്ഛനെ വഴിനടത്തിയ അനേകം മേഖലകൾ നമ്മൾ കണ്ടു. അച്ഛനായിരുന്ന ഒരുപാട് ശുശ്രൂഷ മേഖലകൾ രൂപതയ്ക്കകത്തും ഭാരതത്തിന് പുറത്തും ലോകം മുഴുവനുമായിട്ട് തമ്പുരാൻ വഴിനടത്തിയ അനേകം മേഖലകളെ കണ്ടു. അച്ഛാ, ദൈവവിളിയെപ്പറ്റി ചോദിക്കുകയാണ്. അച്ഛൻ്റെ കാഴ്ചപ്പാടിലും അച്ഛൻ്റെ അനുഭവത്തിൽ നിന്നും അച്ഛൻ എങ്ങനെയാണ് ദൈവവിളിയെ ഡിഫൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ദൈവവിളിയെ ഒരു വെല്ലുവിളിയായിട്ടാണ് ഞാനിപ്പോഴും കണ്ടിട്ടുള്ളത്, കാണുന്നത്. ഇന്നും കാണേണ്ടത് ആ വിധത്തിൽ തന്നെയാണ്. കാരണം അത്രക്കും എളുപ്പമുള്ള ഒരു ജീവിത അവസ്ഥയിലേക്കല്ല നമ്മൾ ദൈവവിളി എന്ന് പറയുമ്പോൾ സന്യാസത്തിലേക്കും പൗരോഹിത്യ ജീവിതത്തിലേക്കും, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ വലിയ വെല്ലുവിളികൾ നമ്മൾ നേരിടേണ്ടി വരും. പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകണം. പല വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ദൈവവിളിയിൽ നിന്ന് വഴിതെറ്റിക്കുന്നതായിട്ടുള്ള കുറേ സാധ്യതകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇപ്പം എൻ്റെ ദൈവവിളിയെപ്പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയും, നമ്മുടെ മാതാപിതാക്കന്മാരുടെ റോള് വളരെ വലുതാണ് ഒരു ദൈവവിളി കുടുംബത്തിൽ വളർന്നു വരുന്നതിൽ. അപ്പോൾ ഞാൻ സെമിനാരിയിൽ ചേരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു വൈദികനാകണമെന്നുള്ളൊരു ആഗ്രഹം ഒന്നും ഒരിക്കലും ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരോടോ സഹോദരന്മാരോടോ ആരോടും തന്നെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ദൈവവിളിയിൽ വന്ന് എൻ്റെ ദൈവവിളി ഞാൻ തിരിച്ചറിഞ്ഞ് അതിനു മുമ്പ് അതിനുള്ള ചില പ്രചോദനങ്ങളുണ്ടായി ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ഒരു തീരുമാനമെടുത്ത് ഞാൻ വൈദികനാകാനായിട്ട് പോകുന്നു. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ അമ്മയോട് ഷെയർ ചെയ്യണം. അമ്മയോട് പറയാണ്. അമ്മ വളരെ ഭക്തിയായിട്ടുള്ള സ്ത്രീ. ഇപ്പോഴും പറയാറുണ്ട്, അമ്മ വിവാഹത്തിന് മുമ്പ് ക്ലാരിസ്റ്റ് സഭയിൽ പോകാനായിട്ട് ആഗ്രഹിച്ചൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ അമ്മയുടെ പപ്പ അനുവദിക്കാത്തത് കൊണ്ടാണ് പോകാതിരുന്നത്. അതൊക്കെ ഇപ്പോഴും ഇങ്ങനെ ആവർത്തിച്ച് പറയും, ഞാൻ പണ്ട് പോകാനിരുന്നതാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പം ഞാനിത് ഇത്രയും ഭക്തിയായ അമ്മയോട് ഞാൻ അവതരിപ്പിക്കുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം, മകനെ അത്രക്കും എളുപ്പമുള്ളൊരു കാര്യമല്ല ഇത്. അതുകൊണ്ട് നീ നന്നായിട്ട് പ്രാർത്ഥിക്കണം, നന്നായിട്ട് ചിന്തിക്കണം, എന്നിട്ട് മാത്രം നീ തീരുമാനമെടുത്താൽ മതി. അപ്പം ഞാൻ അമ്മനോട് ഞാൻ തീരുമാനമെടുത്തമ്മ, ഇനി പുറകോട്ട് നോക്കുന്ന കാര്യമില്ല. അപ്പം അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, മകനെ കലപ്പയിൽ കൈവച്ചതിന് ശേഷം മകൻ തിരിഞ്ഞു നോക്കരുത്. കുടുംബത്തിൽ പലതും സംഭവിക്കും. കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സോൾവ് ചെയ്തേക്കാം. നീ ഇറങ്ങി തിരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറ്റി നീ ചിന്തിക്കാം. ഇത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ശക്തി നൽകിയിട്ടുണ്ട്. ഒരിക്കലും എൻ്റെ വീട്ടിലെ കാര്യങ്ങളെ പറ്റി ഞാൻ ഇടപെട്ടിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. ഇതൊക്കെ ആരും വിശ്വസിക്കുന്ന കാര്യമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. വിശ്വസിക്കുന്ന കാര്യമല്ലെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഓർഡിനേഷൻ കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് 35 വർഷമായി. ഈ 35 വർഷത്തിനുള്ളിൽ വീട്ടിൽ ഞാൻ കിടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമായിരിക്കും. വാസ്തവത്തിൽ എൻ്റെ വീട് 8 കിലോമീറ്റർ അകലെയാണ്.
അപ്പോൾ അമ്മ ഉള്ളപ്പോഴും ഞാൻ വീട്ടിൽ പോയി അമ്മനെ കാണും, ചിലപ്പോൾ ഒരു കട്ടൻ ചായ കുടിച്ചും കൂടെ തിരിച്ചു വരും. ഞാൻ സപ്പർ കഴിക്കുകയാണെങ്കിൽ തന്നെ സപ്പർ കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ സെമിനാരിൽ വന്ന് ഞാൻ കിടക്കുള്ളൂ. കാരണം എൻ്റെ കുടുംബം ഈ സന്യാസ കുടുംബമാണ്. അതിന്ന് ഞാൻ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവവിളിയെ പറ്റി പറയുമ്പോൾ വെല്ലുവിളിയായിട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നേരിടുന്ന ഉത്തരവാദിത്വങ്ങളിൽ നമുക്ക് പല ആകുലതകളുണ്ടാവും. മനുഷ്യരാണ് നമ്മൾ. ഇപ്പം മാനുഷികമായിട്ടുള്ള ബലഹീനതകൾ നമുക്കുണ്ട് എന്നുള്ളത് ഷുവറാണ്. അപ്പോൾ ഈ ദൈവവിളിയിൽ ഞാൻ കുറേയൊക്കെ ആകുലപ്പെട്ടൊരു കാര്യമായിരുന്നു എൻ്റെ അമ്മയെ പറ്റിയുള്ള ചിന്ത. അവസാന കാലഘട്ടത്തിൽ അമ്മ മരിക്കുമ്പോൾ ഞാൻ എവിടെയായിരിക്കും? കാരണം പലപ്പോഴും വികാർ ജനറൽ എന്ന നിലയിൽ ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ഒക്കെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ എനിക്ക് വീട്ടിലെത്താനായിട്ട് സാധിക്കുമോ എന്നുള്ള ഒരു ആകുലതകൾ എനിക്ക് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ദർശനങ്ങൾ ഇന്നും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു അശരീരി എന്നോട് പറയുകയാണ്, നീ ഒരിക്കൽ ഒന്നുകൊണ്ടും നീ പേടിക്കേണ്ട ആവശ്യമില്ല, അമ്മ മരിക്കുമ്പോൾ നീ അമ്മയുടെ അടുത്തുണ്ട്, അതുകൊണ്ട് നീ ഫ്രീ ആയിട്ട് നിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ ഏർപ്പെട്ട് നീ മുന്നോട്ട് പോയിക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് 2006 ജൂൺ മാസത്തിൽ ഞാൻ വെക്കേഷൻ വരാനായിട്ട് ഇരിക്കുകയാണ് റോമിൽ നിന്ന്. അപ്പം മെയ് മാസം 16-ാം തീയതി ഇവിടെ നിന്ന് പ്രൊവിൻഷ്യൽ അച്ഛനും മറ്റച്ഛന്മാരൊക്കെ വിളിക്കണം, അമ്മ ഇങ്ങനെ സിംഗിങ് ആണ്, വരണമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറയുന്നത് ഞാൻ വരാതെ അമ്മ മരിക്കൂല, അതുകൊണ്ട് 2 ആഴ്ച കൊണ്ട് അമ്മ ഇവിടെ കാത്തിരിക്കട്ടെ എന്ന് കരുതി ഞാനിരിക്കുമ്പോഴാണ് അന്ന് തെക്കത്തീശ്ശേരി പിതാവ് ചോരം രൂപത ബിഷപ്പ് ജനറൽ ഹൗസിൽ ഗസ്റ്റായിട്ടുണ്ട് റോമിൽ വന്നപ്പോൾ. അച്ഛൻ പിതാവ് എൻ്റെ ഓഫീസിലേക്ക് വന്നപ്പോൾ ഞാൻ പിതാവിനോട്, പിതാവ് ഇങ്ങനെ ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്, അമ്മ അവശതയിലാണ്. ഉടനെ പിതാവിനോട് പറഞ്ഞ്, ജോക്കബിച്ച ഒന്നുകൊണ്ടും ഇനി താമസിക്കണ്ട, ഉടനെ പോയിക്കോ, താമസിക്കണ്ട. അപ്പം അങ്ങനെ അപ്പം തന്നെ ഞാൻ ടിക്കറ്റ് ഒന്നുമില്ല, കുറേ സാധനങ്ങളെടുത്ത് എയർപോർട്ടിൽ വന്ന് ടിക്കറ്റ് അവിടെ നിന്ന് ശരിയാക്കി മെയ് മാസം 17-ാം തീയതി നാട്ടിലെത്തി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ അച്ഛന്മാരോട് പറഞ്ഞ, അച്ഛൻ അമ്മ ഇങ്ങനത്തെ അവസ്ഥയാണ്, ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കാൻ പോവുകയാണ്. അന്ന് ഞാൻ പോയി അമ്മയുടെ അടുത്ത് നിന്നു. വൈകുന്നേരം രാത്രി 12 മണിയായപ്പോൾ ഞാൻ ഉറങ്ങാൻ വേണ്ടി പോയി അനുജനോട് പറഞ്ഞുകൊണ്ട്, നീ അമ്മയുടെ അടുത്തിരിക്കേനി. പക്ഷെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചു. ദൈവവിളിയെപ്പറ്റി ഞാൻ പറഞ്ഞ വെല്ലുവിളിയാണെന്ന് പറഞ്ഞ്. അപ്പോൾ ദൈവം നമുക്ക് ഒരുക്കുന്ന പാതയിലൂടെ നമ്മൾ പോകാൻ തയ്യാറാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് വേണ്ടി ദൈവം ഏറ്റെടുക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് ഭയങ്കര സുരക്ഷിതത്വമാണ് ആ ദൈവവിളിയിൽ നമുക്ക് തരുന്നത്. പിന്നെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം ഇതാണ്, നമ്മൾ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച വ്യക്തികളാണെങ്കിൽ കുടുംബത്തിൻ്റെ കാര്യങ്ങളിലേക്ക് അധികം ഇടപെടാതിരിക്കുക. കാരണം നമ്മൾ ചെന്ന് സോൾവ് ചെയ്യേണ്ട പ്രശ്നങ്ങളല്ല, അത് കുടുംബത്തിൻ്റെ കാര്യങ്ങൾ അവർ നോക്കിക്കൊള്ളും. നമുക്ക് ധാരാളം വേറെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുണ്ട് സന്യാസ സഭയിലും രൂപതയിലും ഇടവകയിലൊക്കെ. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിച്ച വ്യക്തികളാണെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റില്ല. അതായത് എൻ്റെ ഒരു ചോദ്യം അത് തന്നെയായിരുന്നു. അതായത് അച്ഛൻ പറഞ്ഞതിൽ തന്നെ ഉണ്ടായിരുന്നു, ഈ 35 വർഷത്തിനിടയിൽ അച്ഛൻ കുടുംബത്തിൽ ഒരു രാത്രി ഉറങ്ങിയെന്നുള്ളത് അച്ഛൻ പറഞ്ഞു വിരലുണ്ടാവുന്ന ദിവസങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു. ഇത്തരത്തിലൊരു ഭയങ്കര തീക്ഷ്ണമായ ആഴമേറിയ സമർപ്പണത്തിന്, അത്രയും ഒരു ഡിറ്റാച്ച്മെൻറ്റ് അവിടെ നിന്ന് മാറി സഭയിലേക്ക് മാറുന്നതിനുള്ള അങ്ങനെ ഒരു സമർപ്പണത്തിലേക്ക് അച്ഛനെ കൊണ്ടുവന്നിരിക്കുന്നതാണ്. ആ സമർപ്പണത്തിലേക്ക് എൻ്റെ ദൈവവിളിയിലുള്ള വിശ്വാസമാണത്. എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവം ഒരു വ്യക്തിയെ വിളിക്കുമ്പോൾ ദൈവത്തിന് നമ്മളെപ്പറ്റി ഒരു പദ്ധതിയുണ്ട്. ദൈവം നമ്മളിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. നമ്മൾ തിരിച്ച് വിശ്വാസം അർപ്പിക്കണം. അപ്പം നമ്മൾ തിരിച്ച് വിശ്വാസം അർപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. അപ്പോൾ മറ്റുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ ശ്രദ്ധ കൊടുത്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഥമമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ അവിടെ നമ്മൾ വിശ്വസ്തരായിരിക്കുക. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ എളിമയോട് തന്നെ എനിക്ക് പറയാനായിട്ട് സാധിക്കും, കുഞ്ഞുനാളിൽ തന്നെ ഉത്തരവാദിത്വങ്ങൾ മേലധികാരങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഫിലോസഫി പഠിക്കുമ്പോൾ തന്നെ 3rd ഇയർ ഫിലോസഫി ആയിരിക്കുമ്പോൾ കാർമഗ്രീസ് സെമിനാരിയിൽ പ്രീഫെക്റ്റ് ആയിരുന്നു. 118 സ്റ്റുഡൻസ് ഉണ്ടായിരുന്ന വലിയൊരു ഗ്രൂപ്പാണ്. അതിൽ പലതും ഇന്ന് മിത്രമാരൊക്കെയാണ്, അവരും തന്നെ കാണുമ്പോൾ ഓർക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, ഈ സുവിശേഷത്തിൽ പറയുന്ന മാതിരി ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നവൻ വലിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കും. അപ്പോൾ നമ്മൾ
നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വസ്തരാണെന്ന് നമ്മൾ വാചകം അടിച്ചല്ല തെളിയിക്കേണ്ടത്. അത് നമ്മുടെ ജീവിത സാക്ഷ്യമാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് വലിയ പ്രസംഗങ്ങൾ ആവശ്യമില്ല. നമ്മുടെ ജീവിതം മറ്റുള്ളവർ കണ്ടിട്ട് പറയും അച്ഛനെ ഞങ്ങൾക്കറിയാം. അപ്പോൾ ആ ഒരു അറിവാണ് നമ്മുടെ വിശ്വസ്തതയുടെ അടയാളമായിട്ട് നമ്മൾ കാണിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ ഔസപിതാവിൻ്റെ ജീവിതം പറഞ്ഞത് തന്നെ, വലിയ കുട്ടിഘോഷങ്ങളൊന്നുമില്ല. ഇപ്പം ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഞങ്ങൾ ആവർത്തിക്കുന്ന 2-3 വാക്കുണ്ട് വ്രതം എടുക്കുമ്പോൾ: സൈലൻ്റ്ലി, ഹിഡൻലി, ആക്റ്റീവ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൈലൻ്റ്ലി, ഹിഡൻലി, ആക്റ്റീവ്. അപ്പോൾ നിശബ്ദമായിട്ട് ആരും അറിയാതെ കാര്യക്ഷമമായിട്ട് നമ്മൾ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക. ബാക്കി സമ്മാനമൊക്കെ തരുന്നത് കർത്താവാണ്. അപ്പോൾ വിളിച്ചവനറിയാം നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. പറഞ്ഞ പോലെ ഔസേപ്പിതാവിൻ്റെ സന്യാസ സഭയിലെ അംഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഔസേപ്പിതാവ് മുന്നോട്ട് വെച്ച ആദർശവും ജീവിച്ച് കാണിച്ചത് തന്നെയാണ്. ബൈബിളിലെ ഏറ്റവും മനോഹരമായ ഒരു വസ്തുതയാണ് ഒരു വാക്ക് പോലും സംസാരിക്കാത്ത ഔസേപ്പിതാവ്. ബൈബിളിൽ എവിടെ ഔസേപ്പിതാവിൻ്റെ ഒരു വാക്ക് നമ്മൾ കാണുന്നില്ല. പക്ഷേ വിശുദ്ധ ഗ്രന്ഥം, രക്ഷാകര ചരിത്രം ഔസേപ്പിതാവില്ലാതെ അത് പൂർണ്ണമാവുകയുമില്ല. അതുപോലെ തന്നെ വിളിക്കപ്പെട്ടവരാണ് ഓരോ വൈദികരും സന്യാസിനിയും എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അച്ഛൻ നമ്മൾ പറഞ്ഞു വന്നപ്പം അച്ഛൻ തന്നെയും പറഞ്ഞു ഇടയ്ക്ക് സ്ട്രോക്ക് വന്നതിനെ പറ്റി, ഹാർട്ട് സർജറി വന്നതിനെ പറ്റിയൊക്കെ. ജീവിതത്തിലെ സഹനങ്ങൾ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലുണ്ടാവും. സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ സഹനങ്ങളെ എങ്ങനെയാണ് അച്ഛൻ നോക്കി കാണുന്നത്? സഹനങ്ങൾ ഞാൻ ഒരു ദാനമായിട്ടാണ് സ്വീകരിക്കുന്നത് ജീവിതത്തിൽ. കാരണം ഈശോയുടെ സഹനമാണല്ലോ നമുക്ക് രക്ഷ നേടിത്തന്നത്. അപ്പോൾ ഈശോയുടെ സഹനം, അപ്പോൾ സഹനം ഒരു യാഥാർത്ഥ്യമാണ്. സഹനം അതിൽ തന്നെ നല്ലതുമല്ല. പക്ഷെ നമ്മൾ സഹനത്തെ വിശ്വാസത്തിൽ വിശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് പീഡാസഹനമേറ്റ ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. കാരണം അവൻ്റെ സഹനമാണ് നമുക്ക് ഒരു ഉറപ്പ് നൽകുന്നത് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഏറ്റെടുക്കാൻ. അപ്പോൾ പലപ്പോഴും ഞാൻ തന്നെ പറയുന്നതും ഞാൻ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുന്നതും ഇതാണ്: ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത സഹനങ്ങൾ പ്രവേശിക്കും. രോഗങ്ങളായിരിക്കാം, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, സഹനങ്ങളായിരിക്കാം, പല വിധത്തിലുള്ള സഹനങ്ങൾ വരും. പക്ഷെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കില്ല. നമ്മൾ തന്നെ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ പറയുന്നത് ഈശോയുടെ സഹനത്തിലുള്ള വിശ്വാസമാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ ഈ സഹനത്തിനും തുല്യമായിട്ടുള്ളൊരു വിലയുണ്ട്. ആ സഹനം നമ്മൾ ഈശോയോടൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടി ചാനലൈസ് ചെയ്ത്, ചിലപ്പോൾ നമ്മൾ അറിയുന്ന ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിൽ സുഖം പ്രാപിക്കുന്നതിനായിരിക്കും, മരിച്ചുപോയ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയായിരിക്കും. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമായിട്ടുള്ള സഹനങ്ങൾ നമ്മൾ ഒഴുക്കിവിടുകയാണ്. നമ്മൾ പിടിച്ചു നിർത്താതെ ഇത് നമ്മൾ ഒഴുക്കി വിടുമ്പോൾ ഈ സഹനത്തിൻ്റെ ആ പ്രതിഫലം, തുല്യമായിട്ടുള്ള പ്രതിഫലം നമ്മൾ ആർക്ക് വേണ്ടി ഇത് സമർപ്പിച്ചോ അവർക്ക് ലഭിക്കും. ഞാൻ മറ്റൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഇപ്പം ഞാൻ റോമിൽ കുറേ വർഷം ഉണ്ടായതുകൊണ്ടാണ് റോമിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ച് പോപ്പ് ജോൺ പോൾ II കാര്യങ്ങൾ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ളതാണ്. മാർപ്പാപ്പ ഇടയ്ക്കിടയ്ക്ക് അവിടെയുള്ള രോഗികളെ സന്ദർശിക്കാൻ പോകുമായിരുന്നു. വലിയ രോഗങ്ങൾ വന്ന് കിടക്കയിൽ ആയിരിക്കുന്ന സഹോദരങ്ങളെ സന്ദർശിക്കാൻ പോപ്പ് പറഞ്ഞിരുന്നൊരു കാര്യമാണ്: നിങ്ങളുടെ സഹനങ്ങൾ എനിക്ക് വേണ്ടി സമർപ്പിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കാം. അപ്പോൾ സഹനത്തിൽ വിശ്വസിച്ചൊരു പിതാവാണ് ജോൺ പോൾ II. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ കുറേ ഉണ്ടായിരുന്നു. വിശ്വസിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള സഹനങ്ങളെ നമ്മൾ അത് പോസിറ്റീവായിട്ട് സ്വീകരിച്ച് നമ്മളത് ഏറ്റു പറയുമ്പോൾ നമ്മൾ ആ സഹനത്തിൽ നിന്നും ഫ്രീ ആകുകയാണ്. ഇപ്പം ഞാൻ ഇത് പറയുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്കിപ്പോഴും തോന്നും ഞാൻ സഹിച്ചിട്ടില്ലെന്ന്. ഇപ്പോഴുള്ളൊരു തോന്നലാണത്. അപ്പോൾ ഒരു പ്രാവശ്യം അട്ടപ്പാടിയിൽ ധ്യാനത്തിന് പോയപ്പോൾ എന്നെ കൗൺസിലിങ്ങിനോട് ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞ്, ഈശോയൊക്കെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ സഹനങ്ങളിലൂടെ കർത്താവ് എന്നെ കൊണ്ടുപോയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ എന്നോട് പറയുകയാണ്,
അച്ഛൻ അത് വെറുതെ പറയുന്നതാണ്. അച്ഛൻ്റെ ജീവിതത്തിൽ കുറേ സഹനങ്ങളുണ്ടായിരുന്നു. പക്ഷേ അച്ഛനത് പോസിറ്റീവായിട്ട് എടുത്തതുകൊണ്ട് ആ സഹനങ്ങൾ അച്ഛനെ ബാധിച്ചില്ല. അപ്പം ഇന്നും ഇപ്പം ഞാൻ നടക്കുമ്പോൾ എൻ്റെ സ്ട്രോക്ക് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ടില്ല. നടക്കുമ്പോൾ കുറച്ചൊക്കെ വലിവുണ്ട്. പക്ഷേ എനിക്ക് ദൈവത്തോട് ഒരു പരാതിയുമില്ല. ഓരോ സ്റ്റെപ്പും എടുത്തും പ്രൈസ് ദി ലോർഡ് പറഞ്ഞിട്ട് ഞാൻ പോകുന്നത്. കാരണം കർത്താവിനെന്നും ഓർക്കാനായിട്ടുള്ള ഒരു ചെറിയ വേദനയൊന്നുമില്ല, ഒരു ചെറിയ കുറവ് എന്നെ അനുവദിച്ചത് കർത്താവുമായിട്ടുള്ള ആ ഒരു ബന്ധം, സ്നേഹബന്ധം എന്ന് നിലനിർത്താനും ഓർക്കാനുമായിട്ടുള്ള ഒരു മീൻസ്, ഒരു ഉപകരണം, ഒരു മാധ്യമമായിട്ട് ഞാനത് എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് ഇന്നും പറയാനായിട്ട് സാധിക്കും, അങ്ങനെ അധികം സഹിച്ചിട്ടുള്ളൊരു വ്യക്തിയല്ല ഞാൻ. പക്ഷെ സഹനങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അത് ഞാൻ വളരെ പോസിറ്റീവായിട്ട് തന്നെ സ്വീകരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അച്ഛാ. കാരണം നമ്മൾ ഒരുപാട് സഹനങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെ എടുക്കേണ്ട ഒരു ഡയമെൻഷൻ ഉണ്ട്. അതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. എത്രമാത്രം സഹനങ്ങൾ ഉണ്ടായി എന്നതിനേക്കാളും അതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് കൂടുതൽ പ്രാധാന്യമുള്ള കാര്യം തോന്നുന്നു. പ്രത്യേകിച്ച് നമ്മൾ തമ്പുരാന്റെ സഹനത്തോടെ ചേർത്ത് വയ്ക്കുമ്പോൾ അത് കുറച്ചുകൂടെ അർത്ഥമുള്ളതാകുന്നു. സഹനങ്ങളെ കൃപകളായി കണ്ടുകൊണ്ട് ദൈവരാജ്യവയലിൽ നിലകൊള്ളുന്ന ഇത്തരം വൈദികരുടെ ആത്മസമർപ്പണം ഏറെ ഹൃദ്യമാകുന്നു. വിളിച്ചു ചേർത്ത ദൈവം വിശ്വസ്തനായതിനാൽ ഒരു നാളും ഇവർ ലജ്ജിക്കാൻ ഇടവരുന്നുമില്ല. കുരിശിന്റെ മഹത്വം ലോകമെങ്ങും പ്രഘോഷിക്കുവാനും അനേകം ദൈവവിളികളെ തിരുസഭയ്ക്കായി ഒരുക്കാനും യാക്കോബിയച്ചൻ തന്റെ ശുശ്രൂഷയിലൂടെ ശ്രമിക്കുന്നു. അച്ഛൻ പറഞ്ഞതിൽ ജോൺ പോളിന്റെ ഒരു മാർപ്പാപ്പയുണ്ടായിരുന്നു. കാലഘട്ടം ആവശ്യപ്പെട്ട ഒരു മാർപ്പാപ്പയായിരുന്നു. സഭയിൽ ഒരുപാട് നവീകരണം കൊണ്ടുവന്ന, സഭയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഏകദേശം 28 വർഷത്തോളം സമയം ഭരിച്ച മാർപ്പാപ്പ. അച്ഛൻ റോമിലായിരുന്ന കാലഘട്ടത്തിൽ വളരെ വ്യക്തിപരമായിട്ട് മാർപ്പാപ്പയെ കാണുവാനും സംസാരിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. മാർപ്പാപ്പയുടെ ജീവിതത്തിൽ അച്ഛനെ സ്വാധീനിച്ച എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് ഉണ്ടോ? മാർപ്പാപ്പയുടെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് മാർപ്പാപ്പയുടെ വിൽ പവറാണ്. അത് ഞാൻ കുറേ എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കും. കാരണം ആർക്കും കർത്താവിൻ്റെ പുറകെ പോയിട്ടുള്ള വ്യക്തിയെ തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പം കർത്താവിൻ്റെ വഴിയെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പൗലോസ് പറയുന്നുണ്ടല്ല, യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്ക് എന്നെ വേർപ്പെടുത്താനായിട്ട് പഞ്ഞമോ പടയോ വാളോ പീഡനങ്ങളോ ഒന്നിനും സാധിക്കില്ല. അപ്പോൾ ജോൺ പോൾ സെക്കൻഡിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ ആത്മകഥയും എല്ലാം നമ്മൾ വായിച്ചു വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ പേപ്പസി മാർപ്പാപ്പ ആയിരുന്ന കാലഘട്ടത്തിൽ ഓരോ സംഭവങ്ങളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ മാർപ്പാപ്പയുടെ വിൽ പവർ ശക്തമായിരുന്നു. അത് വെടിയേറ്റ സമയത്തും മാർപ്പാപ്പയുടെ വിൽ പവറും ദൈവത്തിലുള്ള വിശ്വാസം, മാതാവിലുള്ള വിശ്വാസം വേറെ. ഇതാണ് മാർപ്പാപ്പയെ മുന്നോട്ട് കൊണ്ടുപോയതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിൽ നിന്നും ഒരു പങ്കൊക്കെ ഞാനും പഠിക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. അച്ഛാ, വിശുദ്ധ യൗസേപ്പിതാവിനെ പറ്റി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഇപ്പോഴൊക്കെ പറഞ്ഞു. യൗസേപ്പിതാവിനെ പറ്റി പറയുമ്പോൾ ഉറപ്പായിട്ടും ചേർത്ത് നിർത്തുക പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയുണ്ടെങ്കിലേ യൗസേപ്പിതാവുള്ളൂ, യൗസേപ്പിതാവ് ഉണ്ടെങ്കിലേ പരിശുദ്ധ അമ്മയുള്ളൂ. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ ഒരു സ്വാധീനത്തെ പറ്റി പറയുമ്പോൾ അച്ഛൻ എന്താണ് പറയാനുള്ളത്? പരിശുദ്ധമ്മ വൈദികരുടെ രാജ്ഞിയാണ്. അപ്പോൾ നമ്മൾ നസ്രത്തിലെ തിരുക്കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ ആ ഒരു തിരുക്കുടുംബത്തിൻ ജീവിതം, യേശു, യൗസേപ്പിതാവ്, മാതാവ്, അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന സന്യാസ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ 3 പേരുടെ ജീവിതത്തിലും ഒരുപോലെ നമ്മളെ ആകർഷിക്കുന്ന കാര്യങ്ങളാണ്. ഒരു സന്യാസ കുടുംബത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു തിരുക്കുടുംബം. കാരണം നിത്യകന്യകയായ പരിശുദ്ധ മറിയം, അനുസരണത്തിൻ്റെ ജീവിതം, ദാരിദ്ര്യത്തിൻ്റെ, കാരണം എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തത് ദൈവത്തിൻ്റെ ദാസി എന്ന് പറഞ്ഞൊരു മാതാവിൻ്റെ ജീവിതം. യൗസേപ്പിതാവിൻ്റെ ജീവിതവും അത് തന്നെ നമുക്കറിയാം. ദൈവം പറഞ്ഞത് കൽപ്പിച്ചതനുസരിച്ച് എല്ലാം ചെയ്തു, ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവത്തിൻ്റെ അനുസരണം, നിത്യ ബ്രഹ്മചാരി, യേശുവും മറ്റു രൂപം. ഇപ്പോൾ വൈദികരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അമ്മ നമുക്കെപ്പോഴും വലിയൊരു മാതൃകയാണ്. വൈദിക ജീവിതത്തിൽ, സന്യാസ ജീവിതത്തിൽ അവരെടുത്തിട്ടുള്ള വ്രതങ്ങളോട് വിശ്വസ്തരായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള വലിയ ഒരു പ്രതീകമായിട്ട് നമ്മുടെ മുന്നിൽ ഇവർ 3 പേരും നിൽക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നിർമ്മലമായിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ ജീവിതമാണ്. അപ്പോൾ ഈ അമ്മയുടെ കരങ്ങളിൽ നമ്മൾ സമർപ്പിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും അമ്മ നമ്മളെ കൈവിടില്ല. കാരണം
ഒന്ന്, ഈശോ എന്ന് പറയുന്നത് മറിയത്തിൻ്റെ പുത്രനാണ്. ഈശോ എന്നത് ദൈവമാണ്. അപ്പോൾ അതുകൊണ്ട് മാതാവ് ചോദിക്കുന്നതൊന്നും ഈശോ നിഷേധിക്കില്ല. അത് നമുക്ക് സുവിശേഷങ്ങളിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം വളരെ ലളിതമായിട്ട് ഞാൻ എന്നോട് തന്നെ പറയുന്നതും മറ്റുള്ളവരോടും പറയുന്നതും, ഈ മാതാവിൻ്റെ മാധ്യസ്ഥം നമ്മൾ ഓരോ നന്മ നിറഞ്ഞ മറിയവും ചൊല്ലുമ്പോൾ നമ്മൾ യാചിക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ആ രണ്ടാമത്തെ ഭാഗം, പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എന്ന് പറയുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ നിയോഗങ്ങൾ, ആർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അങ്ങനെയുള്ള വ്യക്തികൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമ്മൾ സമർപ്പിച്ച് ഒരു കൊന്ത നമ്മൾ എത്തിക്കുമ്പോൾ 53 പ്രാവശ്യം നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഓരോ നന്മ നിറഞ്ഞ മറിയം ചൊല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി സാവധാനത്തിൽ നമ്മൾ ചൊല്ലുമ്പോൾ അതിനേക്കാളും വലിയൊരു പ്രാർത്ഥനയില്ല. കാരണം ദാറ്റ് ഈസ് എ ബിബ്ലിക്കൽ പ്രെയർ. മാലാഖയുടെ എലിസബത്തിൻ്റെ വചസ്സുകളാണ് ആദ്യ ഭാഗത്ത് കാണുന്നത്. പിന്നെ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പം മാതാവ്, ഞാൻ പറയുമ്പോൾ വളരെ ലളിതമായിട്ട് മാതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് എന്നും അനുഭവപ്പെടുന്നുണ്ട്. വെറുതെ നടക്കുമ്പോഴും ഒരു നന്മ നിറഞ്ഞ മറിയുമെങ്കിലും ചൊല്ലി നടക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ മാതാവിൻ്റെ സാന്നിധ്യം നമുക്കുണ്ട്. കാരണം മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലെല്ലാനും ഇത് നമുക്ക് തെളിവുകളായിട്ട് എല്ലായിടത്തും തരുന്ന കാര്യങ്ങളാണ്. അനുദിന പ്രാർത്ഥനയും മരിയ ഭക്തിയും ഈ വൈദികന്റെ ജീവിത ധ്യാനമാകുന്നു. അനേകം സമർപ്പിതർക്കും വൈദികർക്കും ആത്മീയ ദിശാദർശനങ്ങൾ നൽകുവാനും പ്രാർത്ഥനയിൽ സ്ഥിരത നൽകുവാനും KCBC റിലീജിയസ് കമ്മീഷൻ സെക്രട്ടറി എന്ന നിലയിലും ഒരു സഹോദര വൈദികൻ എന്ന നിലയിലും യാക്കോബി അച്ഛൻ പരിശ്രമിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം പറഞ്ഞ പോലെ വൈദികരുടെ രാജ്ഞിയാണ്. ഓരോ വൈദികരെയും വിശുദ്ധിയിൽ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തയാണ് പരിശുദ്ധ അമ്മ. നമ്മൾ ഈ വൈദികരെ പറ്റി തന്നെ പറയുമ്പോൾ അച്ഛാ, സിമ്പിളായൊരു ചോദ്യമാണ് സിമ്പിൾ, ഉത്തരം അത്ര സിമ്പിളല്ല. ആരായിരിക്കണം ഒരു വൈദികൻ എന്ന് ചോദിച്ചാൽ അച്ഛൻ്റെതായൊരു മറുപടി ഉണ്ടായിരിക്കുമല്ലോ. ആരായിരിക്കണം ഈ കാലഘട്ടം ഒരുപാട് കാര്യങ്ങൾ വൈദികൻ ആവശ്യപ്പെടുന്നുണ്ട്. ആരായിരിക്കണം ഒരു വൈദികൻ? വൈദികൻ ആരായിരിക്കണം എന്ന് വെച്ചാൽ ആൻസർ വളരെ വ്യക്തമാണ്. പ്രീസ്റ്റ് ഈസ് ആൾട്ടർ ക്രിസ്തി, മറ്റൊരു ക്രിസ്തുവാണ്. അപ്പോൾ നമ്മൾ ക്രിസ്തുവിലേക്ക് അനുദിനം നോക്കണം. ക്രിസ്തു ഇന്ന് എൻ്റെ സ്ഥാനത്ത് ഇവിടെ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തു എങ്ങനെ സംസാരിക്കുമായിരുന്നു, ക്രിസ്തു എങ്ങനെ നോക്കുമായിരുന്നു, ക്രിസ്തു എങ്ങനെ സ്പർശിക്കുമായിരുന്നു, എങ്ങനെ പ്രവർത്തിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിലേക്ക് ക്രിസ്തുവിനെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ ക്രിസ്തു ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ഞങ്ങളുടെ ഫൗണ്ടർ പൗലോസ്ലിയുടെ ഒരു വാചകമാണിത്, ടേക്ക് ദ ഇൻട്രസ്റ്റ് ഓഫ് ജീസസ്. യേശുവിൻ്റെ താല്പര്യങ്ങളെ പരിഗണിക്കുക. യേശുവിൻ്റെ താല്പര്യങ്ങൾ പരിഗണിച്ച ആദ്യ ഔസപിതാവാണ്. യേശുവിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത ഔസപിതാവാണ്. അപ്പോൾ ഒരു പൗരോഹിത്യ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്ന് യേശുവിൻ്റെ താല്പര്യങ്ങൾ എന്താണ്? അപ്പം ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ സ്ഥലത്ത്, കൊടുങ്ങല്ലൂർ, കോട്ടപ്പുറം രൂപത, കേരളത്തിൻ്റെ താല്പര്യമായിരിക്കില്ല ചിലപ്പോൾ തമിഴ്നാട്ടിൽ, ഇന്ത്യയുടെ താല്പര്യമായിരിക്കില്ല ചിലപ്പോൾ ആഫ്രിക്കൻ കൺട്രീസിൽ. അപ്പോൾ നമ്മൾ എവിടെ നമ്മളൊരു വൈദികൻ, സന്യാസ വൈദികനായിട്ട് നമ്മൾ ദൈവം കൊണ്ടുപോയിടുന്നു, അവിടുത്തെ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈശോയുടെ താല്പര്യങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഈശോയുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഞാൻ കൂടുതലായിട്ട് ഇൻസിസ്റ്റ് ചെയ്യുന്നൊരു കാര്യം അനുദിന ജീവിതത്തിലുള്ള ധ്യാനമാണ്, വചനത്തിലൂടെയുള്ള നമ്മുടെ യാത്ര. കാരണം ഓരോ ദിവസം സുവിശേഷം നമുക്ക് തരുമ്പോൾ ആ സുവിശേഷത്തിൽ ഒന്നില്ലെങ്കിൽ ഈശോ ചെയ്ത പ്രവൃത്തിയുണ്ട്, അല്ലെങ്കിൽ ഈശോ പറഞ്ഞ വചസ്സുകളുണ്ട്. ഇത് ഇവിടെ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ എനിക്കിന്ന് പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തോടുള്ളൊരു പ്രാർത്ഥന ഉണ്ടല്ലോ, ഈശോ എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയത്തിന് അനുരൂപമാക്കി തീർക്കണമേ. അപ്പം കൺഫോർമിറ്റി വിത്ത് ദ ഹാർട്ട് ഓഫ് ജീസസ്, ഈശോയുടെ ഹൃദയവുമായിട്ട് നമ്മൾ ആ ഒരു അനുരൂപപ്പെടുമ്പോഴാണ് നമ്മൾ ആൾട്ടർ ക്രിസ്ത്യായിട്ട് മാറുന്നത്. ഈ അനുരൂപം നടക്കണമെങ്കിൽ
കർത്താവ് നടന്ന പോലെ നടക്കണം. ഞാനിത് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത്, എന്നെ ഈ OSS സഭയിലേക്ക് അന്ന് തിരഞ്ഞെടുത്തത് ആർച്ച് ബിഷപ്പ് കേളാന്തര പിതാവാണ്, വരാപ്പുഴ ആർച്ച് ബിഷപ്പ്. അപ്പോൾ ആരും എനിക്ക് ഒരു പ്രിപ്പറേഷൻ ഒന്നും തന്നിട്ടില്ല. അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കും, ഇങ്ങനെയൊക്കെ മറുപടി പറയണമെന്ന് ആരും എനിക്ക് പ്രിപ്പറേഷൻ തന്നിട്ടില്ലായിരുന്നു. അവിടെ ചെന്നപ്പോൾ ആർച്ച് ബിഷപ്പ് ഉണ്ട്, മോൺസിഞ്ഞോർമാരുണ്ട്, വലിയൊരു നിര ഇങ്ങനെ ഇരിക്കണം. ഞാനൊരു കൊച്ചുകുട്ടി 15 വയസ്സ് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ച്, എന്തിനാണ് വൈദികനാകുന്നത് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞ്, യേശുവിൻ്റെ പുറകെ പോകാനാണ്. അപ്പം എന്നോട് ചോദിച്ച്, യേശുവിൻ്റെ പുറകെ പോണത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, യേശു നടന്ന പോലെ നടക്കണം, ഈശോ ചിന്തിച്ച മാതിരി ചിന്തിക്കണം, ഈശോ സംസാരിച്ച മാതിരി സംസാരിക്കണം. മതി. എൻ്റെ സെലക്ഷൻ കഴിഞ്ഞതോടുകൂടി. അപ്പോൾ ഇതാരും എന്നെ പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. അപ്പോൾ ഏത് കാലഘട്ടത്തിലും ഒരു പുരോഹിതൻ്റെ ജീവിതം യേശുവിൻ്റെ പുറകെ പോവുക, യേശു ചിന്തിച്ച മാതിരി ചിന്തിക്കുക, പ്രവർത്തിച്ച മാതിരി പ്രവർത്തിക്കുക, സംസാരിച്ച മാതിരി സംസാരിക്കുക. മറ്റൊരു ക്രിസ്തു ആവുന്നത് വരെ, അതായത് ശിരസ് മുതൽ പാദം വരെ മറ്റൊരു ക്രിസ്തു ആവുന്നത് വരെ ആ ഒരു ദാഹത്തോടെ ആ ഒരു അനുഭവപ്പെടലിനു വേണ്ടി അനുദിനം രൂപമാറ്റം വരുത്തേണ്ടവരാണ് നമ്മൾ. അപ്പം ആ ഒരു ചിന്ത ഉണ്ടായിരിക്കണം. ഇപ്പം നമ്മളുടെ ഭാരതീയ സംസ്കാരത്തിൽ തന്നെ ആ പുരോഹിതരുടെ സന്യാസികളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ദൈവവിചാരം എന്നാണ് പറയുന്നത്. എപ്പോഴും ആ ഒരു വിചാരത്തോടുകൂടി. അപ്പം നമുക്കെപ്പോഴും നമ്മൾ നിലനിർത്തേണ്ട വല്ല ചെയ്താൽ എപ്പോഴും ഞാൻ എന്നോട് തന്നെ പറയണം, ഐ ആം എ പ്രീസ്റ്റ്, ഐ ആം എ റിലീജിയസ്. അത് നമ്മൾ മറന്നു പോകരുത്. നീ ആരാണ്, നീ എവിടെയാണ് എന്നത് നീ മറന്നു പോകരുത്. അപ്പോൾ പലപ്പോഴും നമ്മളത് മറന്നു പോകുന്നു, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നു. അതാണ് നമുക്ക് പറ്റുന്ന ഒരു വഴിത്തിരിവ് ഇന്നൊക്കെ സംഭവിക്കുന്നത്. അച്ഛാ, കഴിഞ്ഞ 3 എപ്പിസോഡായിട്ട് നമ്മൾ ഒരുമിച്ചായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ പങ്കുവച്ചു. ഒരു സഭയുടെ, ഒരു സന്യാസ സഭയുടെ വികാർ ജനറലായിരുന്ന, ഇപ്പോൾ ആ സഭയുടെ പ്രൊവിൻഷ്യലായിരുന്ന അച്ഛൻ തികച്ചും നിസ്സാരമായിട്ടുള്ള ഒരു സ്ഥാനമൊന്നുമല്ല വഹിക്കുന്നത്. പക്ഷേ സാധാരണ വൈദികരായി ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചു. ഒരുപാട് സന്തോഷമാണ്. എളിമയോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഈശോ നൽകുന്ന സഹനങ്ങളെ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിക്കുന്ന അച്ഛൻ ഒരുപാട് പേർക്ക് വെല്ലുവിളിയാണ്. അച്ഛനായിരിക്കുന്ന എല്ലാ ശുശ്രൂഷ മേഖലയിലും ക്രിസ്തുവിൻ്റെ മുഖമായി മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരുപാട് പേർക്ക് സാന്ത്വനമായി സഹായമായി മാറാൻ സാധിക്കട്ടെ. അച്ഛൻ്റെ പ്രാർത്ഥനയിലും അച്ഛനർപ്പിച്ച 15,000-ലധികം കുർബാനയ്ക്ക് ഇനി അതിലേക്ക് ചേർക്കുന്ന കുർബാനയിലും ഞങ്ങളെ കൂടി ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. തിരുസഭയുടെ സുഗന്ധമായി ഇതാ അനേകം ദൈവവിളികൾ ഉജ്ജ്വലിക്കുന്നു. ദൈവരാജ്യവേലയിൽ അവർ തളരാതെ അധ്വാനിക്കുന്നു. പുതിയ കാലഘട്ടത്തിനൊത്ത് പുത്തൻ കൃപകൾ സ്വീകരിച്ച് അവരിതാ കർത്താവിൻ്റെ വയലിൽ പിന്തിരിഞ്ഞു നോക്കാതെ സഞ്ചരിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ സ്നേഹം അനേകം ആത്മാക്കൾ ആവോളം നുകരുന്നു. വിളവിൻ്റെ നാഥൻ വിളിക്കുന്നു നിന്നെ, വലയെറിഞ്ഞണയുക നിങ്ങൾ. വിളവേറെയാണു കതിർ കൊയ്തെടുത്തിടാൻ വിശ്വസ്തരാവുക നിങ്ങൾ. തല ചായ്ക്കുവാനിടമില്ലാത്തവൻ ഞാൻ, തണലായി മാറുക നിങ്ങൾ. സുഖമേറെയേകില്ല ഈ വഴികളെങ്കിലും, ലഹരിയായി ഞാൻ നിന്നിലലിയും.